വെൽക്കം ടു PSCtalks. എൻ്റെ പേര് ലക്ഷ്മി മോഹൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കായ മൊഡ്യൂൾ 5 COTPA എന്ന് പറയുന്ന ആക്ട് ആണ്. സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് ആണ് COTPA എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സിലബസിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സിലബസിൽ നോക്കുമ്പോൾ 3 മാർക്കാണ് നമുക്ക് COTPAയ്ക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സെക്ഷൻസ് ആണ് പഠിക്കേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? സെക്ഷൻസ് റിലേറ്റിംഗ് ടു പബ്ലിക് സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ നോക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് ഏതാണെന്നുള്ളതിനെ പറ്റിയൊരു ചോദ്യമുണ്ട്, പിന്നെ സെക്ഷൻ ഉണ്ട്. പിന്നെ എന്താ? സെയിൽ വിത്തിൻ 90 yards ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, ഈ ഒരു വേർഡ് തെറ്റാണ്. 90 yards അല്ല, 90 meters ആണ്. ഞാൻ ഇതിനകത്ത് നമ്മുടെ നോട്ട് തന്നിരിക്കുന്നതിൽ കൂടുതലും തന്നിട്ടുള്ളത് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൻ്റെ തന്നെ സ്ക്രീൻഷോട്ടുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിൽ കാണും 100 yards എന്നാണ് ചുറ്റളവിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡ് ദൂരപരിധിയിൽ ചുറ്റളവിൽ യാതൊരു കാരണവശാലും സിഗരറ്റ് അതുപോലെ തന്നെ ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 100 yards എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ട അളവെന്ന് പറയുന്നത്, ദൂരപരിമിതി എന്ന് പറയുന്നത് 100 yards ആണ്. അപ്പം ഒരു യാർഡ് എന്ന് പറയുന്നത് ഏകദേശം 0.914 മീറ്റർ ആണ്. 0.914 മീറ്റർ ആണ്. അപ്പോൾ 100 യാർഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 90 മീറ്റർ ആയിട്ട് എഴുതാം. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിൽ ഓപ്ഷനിൽ 90 ഒക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്നത് ഏത് യൂണിറ്റ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. യാർഡിലാണ് ചോദ്യമെങ്കിൽ 100 യാർഡായിരിക്കും. മീറ്ററിലാണ് ചോദ്യമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 90 മീറ്റർ എഴുതാം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എല്ലാ വർഷവും മിക്കവാറും എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിൻ്റാണത്. അപ്പോൾ ഇത് സിലബസിൽ തന്നെ എഴുതിയതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതിപ്പോഴേ കറക്റ്റ് ചെയ്ത് പോവുക. സെയിൽ വിത്തിൻ 90 yards ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി അടുത്ത് എന്താ? വിത്തൗട്ട് വാർണിംഗ് അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെ സെക്ഷനാണ് പരസ്യം ചെയ്യുന്നത്, വാർണിംഗ് ഇല്ലാതെ പരസ്യം ചെയ്യുന്നതുമായി സംബന്ധിക്കുന്ന സെക്ഷൻസ് എന്താണ്? അതുപോലെ തന്നെ ഇതുമായി അസോസിയേറ്റ് ചെയ്ത കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് COTPA എന്ന് പറയുന്ന ആക്ടിൻ്റെ ഫ്രണ്ട് പേജാണ്. എന്താണ് സിഗരറ്റ്സ്, എന്താണ് COTPA എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ്, അതിൻ്റെ പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ട് ഓഫ് 2003. അപ്പോൾ COTPA ആക്ട് എന്നാണ്? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? COTPA ആക്ട് എന്ന് വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാണ്? 2003. അപ്പോൾ ഇവിടെ അത് തൊട്ട് താഴെ പറയുന്നുണ്ട് പ്രസിഡന്റ് അതിന് അനുമതി കൊടുത്തിട്ടുള്ളത് എന്നാണ്? 18th May 2003 ആണ്. 18th May 2003 COTPA എന്നതിന് പ്രസിഡന്റ് അസെന്റ് കൊടുക്കുന്നത്. ഇനി COTPA എന്ന് പറയുന്നത് എന്താണ്? സിഗരറ്റും മറ്റ് ടൊബാക്കോ ഉൽപ്പന്നങ്ങളുടെ അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചാൽ പരസ്യം ചെയ്യുന്നത് നിരോധിക്കുന്നതും അതുപോലെ തന്നെ വ്യാപാരവും വ്യവസായവും എല്ലാം നിയന്ത്രിക്കുന്നതുമായി സംബന്ധിക്കുന്ന ആക്റ്റാണ് COTPA എന്ന് പറയുന്നത്. ഏത് വർഷമാണ് വന്നത്? 2003 വന്നത്. എന്നാണ് പ്രസിഡന്റ് അനുമതി കൊടുത്തിട്ടുള്ളത്? 18 May 2003. ഇനി അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ആക്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. പ്രൊഹിബിറ്റ് ദി അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്യം ചെയ്യുന്നത് നിരോധിക്കുക സംബന്ധമായിട്ടുള്ള. അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് ദി കൊമേഴ്സ് ഇൻ. ഓക്കെ, റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ്. ഇതിൻ്റെ വ്യാപാരവും വ്യവസായവും ഒക്കെ നിയന്ത്രിക്കുന്നതുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ COTPAയിൽ പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യത്തിലാണ് നിയന്ത്രണം ഉള്ളത്? അതിൻ്റെ പ്രൊഡക്ഷൻ, ഉൽപാദനം, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, ഓക്കെ, എന്നീ കാര്യങ്ങളിലൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. ഇതുമായി സംബന്ധിക്കുന്ന ആക്റ്റാണ് COTPA ആക്ട്. 2003 വന്നത്. 18 May 2003 പ്രസിഡന്റ് അനുമതി കൊടുത്തത്. ഇത്രയും ഫാക്ട്സ് മാത്രം മനസ്സിലാക്കാം.
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കോട്ട്പ ആക്ടിന് എത്രത്തോളം ലിമിറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഒട്ടാകെ ഈ നിയമത്തിന് വാലിഡിറ്റി ഉണ്ട്, ഈ നിയമത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് അറിയാം. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഒട്ടാകെ ഈ നിയമം ബാധകമാണ്. ഇനി അതുപോലെ അടുത്തത് എന്താണ് പറയുന്നത്? ഇറ്റ് ഷാൽ കം ഇൻ ടു ഫോഴ്സ്. ഇത് ഈ പോയിന്റ് ഒന്നുമില്ല, സെൻട്രൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഡേറ്റിനായിരിക്കും ഇതിലെ ഓരോ വ്യവസ്ഥകളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക, പ്രാബല്യത്തിൽ വരിക എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അത് കാര്യമാക്കേണ്ട. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പൊതുജന താല്പര്യാർത്ഥം യൂണിയൻ ആയിരിക്കും, അതായത് സെൻറ്റർ ആയിരിക്കും ടൊബാക്കോ ഇൻഡസ്ട്രീനെ കൺട്രോൾ ചെയ്യുന്നത്. ടൊബാക്കോ ഇൻഡസ്ട്രി ഈ ഒരു മേഖലയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? സെൻറ്റർ ആയിരിക്കും. ഓക്കെ, കേന്ദ്രമായിരിക്കും ടൊബാക്കോ സംബന്ധിക്കുന്ന ഇൻഡസ്ട്രീനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? സെൻറ്റർ ആയിരിക്കും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. സ്റ്റേറ്റ് അല്ല, സെൻറ്റർ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് കോട്ട്പയിൽ ഒരു ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഷെഡ്യൂളിൽ എന്തായിരിക്കും? ഒരു പട്ടികയല്ലേ, ആ പട്ടികയിലായിരിക്കും ഈ കോട്ട്പയിൽ എന്താണ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഈ അതർ ടൊബാക്കോ പ്രോഡക്ട്സ്? അതുപോലെ തന്നെ ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഓരോ പ്രോഡക്ട്സും ഏതാണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ആകെ 10 പ്രോഡക്ട്സേ ഉള്ളൂ, ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? സിഗരറ്റ്സ്. അത് നമുക്കറിയാം, കോട്ട്പയുടെ ആദ്യത്തെ അക്ഷരം സി എന്ന് പറയുന്നത് സിഗരറ്റ് ആണ്. ഇനി മറ്റ് ടൊബാക്കോ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതും കൂടെ അറിയാം. കാരണം വേണമെങ്കിൽ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അതിലില്ലാത്തൊരു പ്രോഡക്റ്റും കൂടെ തന്നിട്ട് ചോദിക്കാം, താഴെ തന്നവയിൽ ഏതൊക്കെയാണ് കോട്ട്പയിൽ ഉള്ളത്, കോട്ട്പയിൽ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് ഇപ്പോൾ സിഗരറ്റ്, അതുപോലെ തന്നെ സ്നഫ്, പാൻ മസാല, ബീഡി എന്നൊക്കെ കാണുമ്പോൾ കോട്ട്പയിൽ ഏതൊക്കെ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോന്നും നിങ്ങൾ പഠിച്ചിട്ട് പോവാം. അപ്പം ആദ്യത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം സിഗരറ്റ്. അടുത്ത എന്താണ്? സിഗാർസ് എന്നാണ് കോട്ട്പയിൽ വരുന്നതാണ്. ചിറൂട്ട്സ് എന്ന് പറയുന്നതും കോട്ട്പയുടെ പരിധിയിൽ വരുന്നതാണ്. ബീഡി, ഇതെല്ലാവർക്കും അറിയാം. ബീഡീസ് എന്ന് പറയുന്നതും കോട്ട്പയുടെ പരിധിയിൽ വരും. ഇനി സിഗരറ്റ് ടൊബാക്കോ, പൈപ്പ് ടൊബാക്കോ ആൻഡ് ഹുക്ക ടൊബാക്കോ, ഇതെല്ലാം ഏത് നിയമത്തിന് കീഴിൽ വരുന്നതാണ്? കോട്ട്പ ആക്ടിന് കീഴിൽ വരുന്നതാണ്. സിഗരറ്റ് ടൊബാക്കോ, പൈപ്പ് ടൊബാക്കോ ആൻഡ് ഹുക്ക ടൊബാക്കോ. അടുത്തത് ചൂയിങ് ടൊബാക്കോ എന്ന് പറയുന്നത് കോട്ട്പ ആക്ടിന് കീഴിൽ വരും. സ്നഫ് എന്ന് പറയുന്ന പ്രോഡക്റ്റും കോട്ട്പ ആക്ടിന് കീഴിൽ വരും. ഓക്കെ, അടുത്തത് പാൻ മസാല ഓർ എനി ചൂയിങ് മെറ്റീരിയൽ ഹാവിങ് ടൊബാക്കോ ആസ് വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ പാൻ മസാല അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൂയിങ് ആയിട്ടുള്ള ചവച്ച് കഴിക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ ടൊബാക്കോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോട്ട്പയുടെ കീഴിൽ വരും. അടുത്തതായിട്ട് ഗുഡ്ക എന്ന പ്രോഡക്റ്റ് കോട്ട്പയുടെ പരിധിയിൽ വരുന്നതാണ്. അവസാനമായിട്ട് 10ാമതായിട്ട് വരുന്നത് എന്താ? ടൂത്ത് പൗഡർ കണ്ടെയ്നിങ് ടൊബാക്കോ. ഇപ്പോൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പൗഡറിൽ ടൊബാക്കോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്താണ്? കോട്ട്പയുടെ ആക്ടിൻ്റെ കീഴിൽ വരും. അപ്പോൾ ഒന്നുകൂടെ പറയാം, കോട്ട്പ ആക്ടിൻ്റെ ഷെഡ്യൂളിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അറിയുക. നമ്മുടെ സിലബസിൽ, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്, നോക്കണമെന്ന്. സിഗരറ്റ്സ് ഉണ്ട്, സിഗാർസ് ഉണ്ട്, ചിറൂട്ട്സ് ഉണ്ട്, ബീഡി ഉണ്ട്, സിഗരറ്റ് ടൊബാക്കോ, പൈപ്പ് ടൊബാക്കോ ആൻഡ് ഹുക്ക ടൊബാക്കോ ഉണ്ട്. അത് കഴിഞ്ഞ് ചൂയിങ് ടൊബാക്കോ ഉണ്ടെന്നുള്ളത് അറിയുക. സ്നഫ് ഉണ്ട്, പാൻ മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ചവയ്ക്കുന്ന മെറ്റീരിയൽ അതിനകത്ത് ടൊബാക്കോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കോട്ട്പയുടെ പരിധിയിൽ വരും എന്നറിയാം. ഗുഡ്ക എന്നൊക്കെ പറയാം, നമ്മൾ പരസ്യത്തിലൊക്കെ കേൾക്കും. ഗുഡ്ക, പാൻ മസാല എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗുഡ്കയും എന്താണ്? കോട്ട്പയുടെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ അടുത്തത് അവസാനമായിട്ട് അറിയേണ്ടത് പല്ല് തേക്കുന്ന പൊടി, ടൂത്ത് പൗഡറിൽ ടൊബാക്കോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കോട്ട്പയുടെ പരിധിയിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം.